നമ്മുടെ ദിവസത്തിൽ പല തവണയായി ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മളൊക്കെ. അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചർച്ചയിലാണിപ്പോൾ. ഒന്നാമതായി, ഭക്ഷണത്തിന്റെ അനുഗ്രഹം ഉൾക്കൊണ്ട് പൂർണ്ണമായും ഹലാലാണെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ തയ്യാറാകണമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മളുടെ സമ്പാദ്യത്തിൽ, ഭക്ഷണത്തിൽ, വെള്ളത്തിൽ ഹറാമ് കലർന്നുകൂടാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ നിയ്യത്ത് നമ്മൾ നന്നാക്കണം. എന്തിനാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്? കേവലം വിശപ്പടക്കുക ഇത് മാത്രമല്ല ലക്ഷ്യം. വെള്ളം കുടിക്കുമ്പോൾ കേവലം ദാഹം തീർക്കുക ഇത് മാത്രമാവരുത് ലക്ഷ്യം. അതിൻ്റെ രുചി അനുഭവിക്കുക, ആസ്വദിക്കുക ഇതും മാത്രമായി ചുരുങ്ങരുത് ലക്ഷ്യം. പിന്നെയോ, നമ്മളെ അള്ളാഹു എന്തിന് പടച്ചു ആ കാര്യം നടക്കണമെങ്കിൽ നമുക്ക് ആഫിയത്ത് വേണം, കഴിവ് വേണം. അതിന് ഭക്ഷണം അനിവാര്യമാണ്. നമ്മളെ പടച്ചത് നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കി റബ്ബിനെ ഇബാദത്ത് ചെയ്യാനല്ലേ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പടച്ചതിന്റെ ലക്ഷ്യം ഇബാദത്താണ്. അതുകൊണ്ട് നിയ്യത്ത് വേണം. സഹോദരാ, സഹോദരി, ഞാനീ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ആഫിയത്തിന് വേണ്ടിയാണ്. ആഫിയത്തോ ഇബാദത്തിനാണ്. അങ്ങനെ ഒരു നിയ്യത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകാറുണ്ടോ ഇല്ലേ? ആലോചിക്കുക. നിങ്ങൾ വിചാരിച്ചോ നിസ്കാരത്തിന് മാത്രം മതി നിയ്യത്ത് എന്ന്, നോമ്പിന് മാത്രം മതി നിയ്യത്ത് എന്ന്? നിസ്കാരത്തിനും നോമ്പിനും നിയ്യത്തില്ലെങ്കിൽ അത് ഇബാദത്ത് തന്നെ ആവില്ല, സ്വീകരിക്കൂല. അത് ചെയ്ത പ്രതിഫലം കിട്ടില്ല എന്ന് മാത്രമല്ല, സ്വീകരിക്കാത്തത് കൊണ്ട് കുറ്റം കിട്ടും. എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് കുറ്റൊന്നും കിട്ടൂല. പക്ഷെ ഈ ഭക്ഷണം കഴിക്കൽ ഒരു ഇബാദത്തായി രേഖപ്പെടുത്തപ്പെടണമെങ്കിൽ സഹോദര, സഹോദരി, ഇങ്ങനെ ഒരു നിയ്യത്ത് വേണം. ഞാൻ ഈ കഴിക്കുന്നത് ആഫിയത്തിന് വേണ്ടിയാണ്. ആഫിയത്തോ ഇബാദത്തിന് വേണ്ടിയും. ഖുർആൻ ഓതണമെങ്കിൽ, നിസ്കരിക്കണമെങ്കിൽ, മറ്റുള്ള ഇബാദത്തുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യണമെങ്കിൽ ആഫിയത്ത് വേണ്ടേ? അതിനാണ് റബ്ബെ ഈ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഒരു നിയ്യത്തുണ്ടായാൽ അത് ഇബാദത്തായി മാറി. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ശ്രദ്ധിക്കണം. രണ്ടാമതായി ഞാൻ പറഞ്ഞ ഒരു കാര്യം, നിയ്യത്തിന്റെ കാര്യത്തിൽ നല്ല ഒരു ശ്രദ്ധ വേണം. മൂന്നാമതായി, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത്, കുറ്റം പറയരുത്, ആക്ഷേപിക്കരുത്. ഭക്ഷണത്തെ കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, ഈ ഒരു സ്വഭാവം, സംസ്കാരം, ഇങ്ങനെ ഒരു രീതി നമ്മളിൽ ഉണ്ടാവരുത്. ഏത് ഭക്ഷണത്തിനും എന്തെങ്കിലും കുറ്റം പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുണ്ട്. ഏത് ഭക്ഷണത്തിനും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക, എന്തെങ്കിലും കുറവുകൾ കണ്ടുപിടിക്കുക, ഇങ്ങനെ കുറ്റപ്പെടുത്തുക. എന്നിട്ട് നന്നായി കഴിക്കുകയും ചെയ്യും, പള്ള നിറച്ചും കഴിക്കുകയും ചെയ്യും, എന്തെങ്കിലും കുറ്റം കുറവും പറയുകയും ചെയ്യും. ഇത് വളരെ വൃത്തികെട്ട സ്വഭാവമാണ്. അതുണ്ടാവരുത്. ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത്. വേണോ കഴിച്ചോ, വേണ്ടേ മാറ്റിവെച്ചാളാ, കഴിക്കണ്ട. പല ആളുകൾ കല്യാണത്തിനോ സൽക്കാരത്തിനോ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ പങ്കെടുത്താൽ എന്തെങ്കിലുമൊക്കെ കുറ്റം കുറവും പറയാം. ഭക്ഷണത്തിന്റെ പീസിന്റെ വലിപ്പം കണ്ടില്ലേ, കുറച്ച് വലിപ്പം കൂടിപ്പോയി, ചോറ് വളരെ കുറവാണ്, ഫുള്ളായിട്ട് പീസ് തന്നെയല്ലേ ഉള്ളൂ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം കുറവും പറയാം. സ്വാഭാവികമായും ഈ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഗ്രൂപ്പിലാണ് പോകുന്നതെങ്കിൽ അവർക്ക് അവിടെ പല നിലക്കുള്ള ഭക്ഷണം കിട്ടും. ചില ആളുകൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, അവര് കാശ് കൊടുത്തിട്ടാണല്ലോ ഈ പോകുന്നത്. ഹജ്ജിനും ഉംറക്കൊക്കെ, ഹജ്ജിനൊക്കെ പോകുമ്പോൾ 60,000 70,000 ഒക്കെ വലിയ സംഖ്യ കൊടുത്തിട്ടായിരിക്കും പോവുക. എന്നിട്ട് നിരന്തരം ഓരോ സമയത്തും ഭക്ഷണത്തെ കുറ്റപ്പെടുത്തുക, കുറ്റവും കുറവും പറയുക, ഇതൊരു നല്ല ശൈലിയല്ല. അത് ഭക്ഷണത്തിലുള്ള ബറക്കത്തില്ലാതെയാവാനും ശാപം ഏൽക്കാനും കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
അങ്ങനെയൊക്കെയുള്ള ഒരു ദുസ്വഭാവമുള്ള ചില ആളുകൾ ഉണ്ടാകും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണം കാണുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് വന്നു പോകും. എന്നിട്ട് നന്നായി കഴിക്കും ചെയ്യും. അതാ വലിയ രസം. എന്നാൽ ഹബീബായ നബി തങ്ങളുടെ രീതി കേൾക്കണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാഅബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തആമൻ ഖത്തു. ഹബീബായ നബി തങ്ങൾ ഒരിക്കലും ഒരു ഭക്ഷണത്തെയും ആക്ഷേപിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇനിഷ്തഹാഹു വകലഹു. റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടാൽ താല്പര്യമുണ്ടെങ്കിൽ ഭക്ഷിക്കും, തറക്കഹു. താല്പര്യമില്ലേ അതങ്ങ് ഒഴിവാക്കും, ഉപേക്ഷിക്കും. റസൂലുള്ളാഹി കഴിക്കൂല, കുറ്റപ്പെടുത്തൂല. ആ സ്വഭാവം നല്ലതല്ല, കുറ്റപ്പെടുത്തുന്ന രീതി നല്ലതല്ല. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തൊരു കാര്യം, ഭക്ഷണത്തെ കുറ്റപ്പെടുത്തുന്ന ശൈലി നമ്മൾ ഒഴിവാക്കണം. എന്നാൽ നല്ല മീനോ ഇറച്ചിയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഭാര്യയോട് നന്നായി വെക്കാൻ പറഞ്ഞു, വെച്ചതൊരു കോലവുമായിട്ടില്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടുകൂടെ അത് ഉണർത്തി കൊടുക്കാം. അങ്ങനെ ചെയ്തത് കൊണ്ട് അങ്ങനെ ആയത്, അതങ്ങനെ ചെയ്തുകൂടായിരുന്നോ, എന്നാ ഒന്നുകൂടി മെച്ചാകൂലായിരുന്നോ, നല്ല അഭിപ്രായങ്ങൾ പറയാം. എന്നാൽ ഏത് ഭക്ഷണത്തിനും ഒരു കുറ്റം പറയുന്ന രീതി, ഒരു ശൈലി, ആ സ്വഭാവമുള്ള അപൂർവം ചില ആളുകളുണ്ട്. നല്ലതല്ല, ബറക്കത്തില്ലാതെയാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഭക്ഷണത്തെ ബഹുമാനിക്കണം എന്നാ മുത്ത് മുഹമ്മദ് മുസ്തഫ. അക്രിമുത്താം, ഭക്ഷണത്തെ നിങ്ങൾ ആദരിക്കണം, മാനിക്കണം, ബഹുമാനിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭക്ഷണത്തെ കുറ്റം പറയരുത്, ആക്ഷേപിക്കരുത്. ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചോ, ഇല്ലെങ്കിൽ മാറ്റിവെച്ചോ. അടുത്ത ഒരു നിബന്ധനയാണ് ഗസ്ലുൽ യദൈനി ഖബ്ല തആം. ഭക്ഷിക്കുന്നതിന് മുമ്പ് 2 കൈയും കഴുകണം. ശ്രദ്ധിക്കണേ, 2 കൈയും കഴുകണം. എന്തിനാൽ? തഖ്ലീസിഹിമാ മിനൽ ഗുബാരി വൽ ഔസാഖിൽ മുഅ്ദിയ വൽ മുസബ്ബബ് ലിൽ അംറാൽ. രോഗത്തിന് കാരണമാകുന്ന ചളികളിൽ നിന്ന്, ചേറുകളിൽ നിന്ന്, പൊടികളിൽ നിന്ന് കയ്യെ ശുദ്ധി വരുത്താനായി ഗസ്ലുൽ യദൈനി ഖബ്ല തആം. 2 കൈയും കഴുകണം, ഒരു കൈയല്ല. സഹോദര സഹോദരി, കഴിക്കുന്നത് വലത് കൈ കൊണ്ട് മാത്രമാണ്. എന്നാലും ഗസ്ലുൽ യദൈനി 2 കൈയും കഴുകേണ്ടതാണ്. അത് വലിയ ബറക്കത്താണ്. ദാരിദ്ര്യം നീങ്ങാൻ അത് ഏറ്റവും നല്ലതുമാ. കൂലി കിട്ടണമെങ്കിൽ ഒരു കൈ മാത്രം കഴുകിയാൽ പോരാ, 2 കൈയും കഴുകണം. കൂലി കിട്ടണമെങ്കിൽ ഒരു കൈ മാത്രം കഴുകിയാൽ പോരാ. നമ്മളിൽ പലരും പലപ്പോഴും ഒരു കൈയെ കഴുകാറുള്ളൂ, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. അത് പൈപ്പും തിരിച്ച് ആ കൈയൊന്ന് കഴുകി വേണ്ട പോരും. ഇതൊക്കെ ഒരു സുന്നത്താണല്ലോ. ഇത് റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്താൽ കൂലി കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ. ഒന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എത്ര കൂലി വാങ്ങാന്നറിയോ? ഈ നിയ്യത്തും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ വലിയ ഇബാദത്തായി രേഖപ്പെടുത്തപ്പെടും. നമ്മളുടെ ഈ ഒരു മജ്ലിസ് അതിന് ഉപകരിക്കണം. ആ നിലയിൽ ഒരു ബോധം നമുക്കുണ്ടാവാൻ ഇത് കാരണമാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ 2 കൈയും കഴുകണം. നീ ഭക്ഷണം കഴിക്കാൻ തുനിഞ്ഞാൽ 2 കൈ കഴുകണേ, അത് സുന്നത്തായി വിധിയുണ്ട്. നീങ്ങുന്നതാ ദാരിദ്ര്യവും അത് കൊണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട്. ഇരുകൈകളിൽ വിരൽ മാത്രമായി കഴുകുന്നതും അതുപോലെ ഒരു കൈ കഴുകുതി നിർത്തുന്നതും സുന്നത്തതിൽ ലഭിക്കാത്തതാണെന്നുള്ളതാ. അതുകൊണ്ട് 2 കൈ കുഴവരെ കഴുകേണ്ടതാണ്. കൈയിന്റെ വിരൽ മാത്രം കഴുകിയാൽ പോരാ, ഒരു കൈ മാത്രം കഴുകിയാൽ പോരാ. സുന്നത്ത് കിട്ടണമെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് 2 കൈയും കഴുകണം എന്നാണ് ഈ പറഞ്ഞത്.
നാണ് നീ ഭക്ഷണം കഴിക്കാൻ തുനിഞ്ഞാൽ രണ്ട് കൈ കഴുകണേ, അത് സുന്നത്തായി വിധിയുണ്ട്. നീങ്ങുന്നതാ ദാരിദ്ര്യവും അത് കൊണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട്. ഇരു കൈകളിൽ വിരൽ മാത്രമായി കഴുകുന്നതും അതുപോലെ ഒരു കൈ കഴുകി നീ നിർത്തുന്നതും സുന്നത്തതിൽ ലഭിക്കാത്തതാണെന്നുള്ളതാ. അതുകൊണ്ട് ഇരു കൈ കുഴവരെ കഴുകേണ്ടതാ. കുഴ എന്ന് പറഞ്ഞാൽ ഈ മണിബന്ധം ഇതുവരെ ശരിക്കും നല്ലോണം നട്ട് കഴുകന്നെ കൂലിയിട്ടും അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഭക്ഷണത്തിന് മുമ്പ് ശേഷം കൈ കഴുകുക. രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട ഒരു പണി കൈ കഴുകലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ 5 നേരവും നിസ്കാരത്തിനായി കൈ കഴുകുക. പിന്നെ ഉറങ്ങാൻ നേരത്ത് വീണ്ടും കൈ കഴുകുക. കൈ കഴുകൽ ഇന്ന് വലിയ ചർച്ചയാണല്ലോ, വലിയ വിഷയാണല്ലോ. എപ്പോഴും കൈ കഴുകാനാ പറയുന്നത്. എന്നാൽ ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ ദീൻ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇന്നിപ്പോ നമുക്ക് ആഗോള തലത്തിൽ തന്നെ ആഗോള കൈ കഴുകൽ ദിനമുണ്ട്. കൊല്ലത്തിൽ ഒരു ദിവസം ആഗോള കൈ കഴുകൽ ദിനം, ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ. അങ്ങനെ ഒരു ദിവസം തന്നെയുണ്ട്. ഏതാണ് ആ ദിവസം? അത് ഒക്ടോബർ 15-നാണ്. ഇന്ന് പലതിനും ദിനങ്ങളാണല്ലോ. ആ ദിവസം വരുമ്പോ അതിന്റെ ഗൗരവവും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും അതേക്കുറിച്ച് ചിന്തിക്കാനും ബോധവാന്മാരാകാൻ വേണ്ടിയാണ് അങ്ങനെ ഓരോ വിഷയത്തിനും ഓരോ ദിനം നിർണയിക്കുന്നത്. എന്നാൽ ഹാൻഡ് വാഷിംഗ് ഡേ, ഒരു ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ, ലോക കൈ കഴുകൽ ദിനം, അങ്ങനെ ഒരു ദിനം കൊല്ലത്തിലുണ്ട്. ഒക്ടോബർ 15-നാണ്. ഇത് 2008 മുതലാണ് നടപ്പിലായി തുടങ്ങിയത്. ആദ്യമായി നടപ്പിലാക്കിയത് 2008-ലാണ്. എന്നാൽ കൊറോണ കാലത്ത് നിന്ന് മാത്രല്ല, 2008 നിന്ന് മാത്രല്ല, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരെ, നിങ്ങൾ എന്ത് വേണമെന്നറിയോ? ഒരു ദിവസത്തിൽ എത്ര തവണയാ കൈ കഴുകേണ്ടത്? ഉറങ്ങി എഴുന്നേറ്റ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ആദ്യം നീ നിന്റെ 2 കൈയും കഴുക്. എന്നിട്ട് ആ കൈയിലേക്ക് ആ കൈ വെള്ളത്തിലിട്ടോ, ആ കൈ കൊണ്ട് മുഖം കഴുകിക്കോ. ആദ്യം ചെയ്യേണ്ടത് കൈ കഴുകലാണ്. മഹാനായ അബൂ ഹുറൈറ തങ്ങളും ഹസൻ റളിയല്ലാഹു അൻഹും പറയുന്നുണ്ട്, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ, നിങ്ങളിൽ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഒരിക്കലും അവനവന്റെ കൈ വെള്ളപ്പാത്രത്തിൽ ഇടാൻ പാടില്ല. ആ കൈ രണ്ടും 3 തവണ കഴുകുന്നത് വരെ അത് കഴുകാതെ വെള്ളപ്പാത്രത്തിൽ കൈയിടരുത്. അവൻ ഉറങ്ങുമ്പോ ആ ഉറക്കത്തിൽ എവിടെയൊക്കെയായിരുന്നു അവന്റെ കൈയെന്ന് അവൻ അറിയില്ലല്ലോ. ഏതെല്ലാം അണുക്കളാണ് അവന്റെ കയ്യിൽ ഉണ്ടാവുക എന്നവൻ അറിയില്ല. അതുകൊണ്ട് വായയും മൂക്കുമൊക്കെ സ്പർശിക്കുമ്പോൾ രോഗാണുക്കൾ ശരീരത്തിലേക്ക് കയറാൻ അത് കാരണമാകുമല്ലോ. അതുകൊണ്ട് ആദ്യമായി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ 2 കൈയും ഒന്ന് കഴുകണേ എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കൈയും കഴുകുക. ഇങ്ങനെ ചില പ്രധാന ഘട്ടങ്ങളിലൊക്കെ പ്രബലമായ സുന്നത്താണ്. 5 നേരം വുളൂഇന് കൈ കഴുകുക. ഉറങ്ങാൻ നേരത്ത് വുളൂഓടുകൂടെ കൈ കഴുകി ശുദ്ധിയാക്കിയിട്ട് ഉറങ്ങാൻ പോവുക. ഇങ്ങനെ പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നിങ്ങൾ ആലോചിക്ക്, പള്ളി എന്ന പവിത്രമായ കേന്ദ്രം,
ഉളുവോടുകൂടെയാണ് പള്ളിയിലേക്ക് കയറേണ്ടത്. 5 നേരവും നിസ്കാരത്തിന് കൈ മാത്രമല്ല മുഖവും കാലും ശരീരം മൊത്തം വൃത്തിയാക്കിയിട്ടാണ് പള്ളിയിലേക്ക് കയറേണ്ടത്. ഈ നിലയിൽ ഉള്ളി കഴിച്ചവർ പോലും അവന്റെ വായക്കുള്ള ദുർഗന്ധവാസനമുണ്ടല്ലോ, ആ കാരണത്താൽ പള്ളിയിലേക്ക് വരരുത് കേട്ടോ എന്നാണ് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണമായും എല്ലാ തരത്തിലുള്ള നജസിൽ നിന്നും പള്ളി ശുദ്ധിയായിരിക്കണം. പള്ളിയിൽ കയറുന്നവന്റെ ശരീരം ശുദ്ധിയായിരിക്കണം. കൃത്യമായി മുഖവും കൈയൊക്കെ കഴുകി വൃത്തിയാക്കണം. ചുരുക്കത്തിൽ കൈ കഴുകുക എന്ന ഈ ഒരു വലിയ സുന്നത്തിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ പെട്ടതാണ് ഗസ്ലുൽ യദൈനി ഖബ്ല തആം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈയും കഴുകിയിരിക്കണം. ഒരു കൈയിൽ ഒതുക്കരുത്, വിരല് മാത്രാവരുത്. 2 കൈയും നന്നായി കഴുകിയ അതിന് കൂലി കിട്ടും. അള്ളാഹു അതൊക്കെ പാലിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അതൊക്കെ അങ്ങനെ തന്നെ മക്കളെ ശീലിപ്പിക്കുകയും വേണം. നമ്മൾ ഇങ്ങനെ ആക്കുന്നാണ്ട് കാണിച്ചു കൊടുത്താൽ അതല്ലേ മക്കൾ കാണുക. പിന്നെ മദ്രസയിൽ നിന്ന് ഉസ്താദ് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ കൈ ശരിക്കും 2ഉം കഴുകണട്ടോ എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തു കൊടുത്തിട്ട് കാര്യമില്ല. അവരുടെ റോൾ മോഡൽ മാതാപിതാക്കളാണ്. ഒന്ന് പൈപ്പ് തുറന്ന് ആ വിരലൊന്ന് നനഞ്ഞതേ കണ്ടിട്ടുള്ളൂ എങ്കിൽ അതാണ് അവർ അവലംബിക്കുക. അവർ വല്ലാതെ പിന്തുടരും, നമ്മളെ അനുധാവനം ചെയ്യും. നമ്മൾ അവർക്ക് മാതൃകയാവേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായി നമുക്ക് നാളത്തെ മജ്‌ലിസിൽ പറയാം.